Hi students, ഇന്ന് നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 5 പാർട്ട് ബി സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Check the stability of the system whose characteristic equation is given by z cube plus 0.2 z square minus 0.25 z plus 0.05 equal to 0 using Jury stability criterion. ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. എങ്ങനെ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്? ജൂറി സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ എഫ് ഓഫ് സെഡിൻ്റെ ടേംസിൽ എഴുതാം. ദറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് പ്ലസ് 0.2 സെഡ് സ്ക്വയർ മൈനസ് 0.25 സെഡ് പ്ലസ് 0.05 ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ, ഈ ജൂറി സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയനെ രണ്ട് പാർട്ടാണ് ഉള്ളത്. ഒരു നെസസറി കണ്ടീഷനും ഉണ്ട്, സഫീഷ്യൻറ്റ് കണ്ടീഷനും ഉണ്ട്. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നെസസറി കണ്ടീഷൻസിൽ വരുന്നതാണ് എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യണം, -1 എഫ് ഓഫ് -1 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് 1 എന്തായിരിക്കും? എഫ് ഓഫ് സെഡിലെ സെഡിന് 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് 1 കിട്ടും. ദാറ്റ് ഈസ് 1 cube plus 0.21 square minus 0.251 plus 0.05. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി അടുത്ത എഫ് ഓഫ് -1 കാണുക. -1 എങ്ങനെ കിട്ടും? എഫ് ഓഫ് സെഡിലെ സെഡിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷനിലെ സെഡിനെല്ലാം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് -1 all raised to 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 സ്ക്വയർ പ്ലസ് 1 ആണ്, ഇൻറ്റു 0.2 പ്ലസ് 0.2 വരും. -0.25 ഇൻറ്റു -1 എന്ത് വരും? പ്ലസ് 0.25 ആണ്, പ്ലസ് 0.05 പ്ലസ് 0.05 തന്നെ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -0.5 കിട്ടും. ഇതാണ് എഫ് ഓഫ് -1. ദെൻ -1 all raised to n, എഫ് ഓഫ് -1 എന്ത് വരും? -1 all raised to 3. n എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടെ അതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്? 3 ആണ്. -1 raised to 3 into -0.5. That is 0.5 greater than 0. Then necessary conditions എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് സഫീഷ്യൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ആ ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ z⁻0 തൊട്ട് z⁻3 വരെ എഴുതി. z⁻0ൻ്റെ കോഎഫിഷ്യൻ്റ് 0.05 ആണ്, z⁻1ൻ്റെ കോഎഫിഷ്യൻ്റ് -0.25 ആണ്, ദെൻ സെഡ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 0.2 ആണ്, സെഡ് ക്യൂബിൻ്റേത് 1 ആണ്. ഈ എഴുതിയിരിക്കുന്നത് തിരിച്ച് എഴുതി കഴിഞ്ഞാലോ, സെഡ് ക്യൂബിൻ്റെ ഇവിടെ പിന്നെ സെഡ് സ്ക്വയർ z⁻1 z⁻0 എഴുതിയാൽ സെക്കൻഡ് റോ കിട്ടും. അപ്പോൾ ഈ എൻഡിന്ന് എഴുതിയാൽ മതി. അപ്പോൾ 1 0.2 -0.25 പ്ലസ് 0.05. ഇനി അടുത്ത റോ കിട്ടണമെങ്കിൽ ഈ 1ഉം 2ഉം തമ്മിൽ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. B0 എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഈ B0 എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് A0 AN A0 ആണ്. A0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് A0. AN എന്ന് പറഞ്ഞാൽ അതിലെ ലാസ്റ്റ് എലമെൻറ്റ്, അതെന്താണ്? 1 0.05 1. AN എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ 1 ആണ്, 1. ഇത് 0.05. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ -0.9975 എന്ന് കിട്ടും. ഇനി B1 ഈ ടേം കിട്ടണമെന്നുണ്ടെങ്കിലോ, ഇതിനെ ഈ ഫസ്റ്റ് റോയും ഈ സെക്കൻഡ് ലാസ്റ്റ് റോയും തമ്മിൽ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. B0 കിട്ടാൻ നമ്മൾ ലാസ്റ്റ് റോയാണ് കൺസിഡർ ചെയ്തത്. ഇത് എല്ലാത്തിലും കോമൺ ആണ്. B0 B1 B2 കണ്ടുപിടിക്കാൻ ഈ റോ കോമൺ ആണ്. ഇതിങ്ങനെ മാറി വരും. B0ക്ക് ഈ റോ കൺസിഡർ ചെയ്യും, B1 ആകുമ്പോൾ ഈ റോ കൺസിഡർ ചെയ്യും, ഈ കോളം. B2 ആണെങ്കിൽ ഈ കോളം കൺസിഡർ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ B0 B1 B2 കണ്ടുപിടിക്കും. B1 എങ്ങനെ വരും? A0 AN-1 AN A1 ആണ്. A0 എന്ന് പറയുന്നത് എന്താണ്? 0.05, AN എന്ന് പറഞ്ഞാൽ 1, AN-1 എന്ന് പറഞ്ഞാൽ 0.2, A1 എന്ന് പറഞ്ഞാൽ -0.25. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -0.2125 എന്ന് വരും. ഇനി B2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? B2 എന്ന് പറഞ്ഞാൽ 0.051 -0.25 0.2. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ B2 കിട്ടും. ദാറ്റ് ഈസ് 0.26 ആണ്.
അപ്പോൾ അത് സഫീഷ്യൻറ്റ് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യുക. മോഡ് A0 ലെസ് ദാൻ മോഡ് AN ആണോ ചെക്ക് ചെയ്യൂ. A0 എന്താണ് 0.05, AN എന്താണ് 1, അത് ലെസ് ആണ്, ലെസ് ദാൻ 0.05 ലെസ് ദാൻ 1 ആണ്. ഇനി B0 എന്താണ് -0.9975 which is greater than 0.26. Then sufficient conditions are satisfied. അപ്പോൾ നെസസറി കണ്ടീഷനും സഫീഷ്യൻറ്റ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയ സ്ഥിതിക്ക് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. അതുകൊണ്ട് ഓൾ ദ പോൾസ് ലൈസ് അണ്ടർ ദ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. The system function of a discrete time system is h of z equal to 1 plus z inverse all raised to 4 divided by 1 minus z inverse plus 7 by 8 z raised to minus 2 into 1 plus 2 z inverse plus 3 by 4 z raised to minus 2. Realize this system using cascade of second order system in direct form 2. Okay, നമുക്കൊരു h of z സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഡയറക്റ്റ് ഫോം 2വിൻ്റെ രണ്ട് കാസ്കേഡ് ആയിട്ട് കാണിക്കണം. അങ്ങനെ റിയലൈസ് ചെയ്യാണ്, സിസ്റ്റം റിയലൈസേഷൻ ആണ് ഇതിൻ്റെ വരുന്ന ടോപ്പിക്ക്. അപ്പോൾ എന്ത് വേണം, കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് കണക്ഷൻ ഇതാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനെ രണ്ട് h1 of z h2 of z ആയിട്ട് എഴുതിയിട്ട് h1 of z ഡയറക്റ്റ് ഫോം 2ൽ റെപ്രസെൻറ്റ് ചെയ്യും, h2 of z ഡയറക്റ്റ് ഫോം 2ൽ റെപ്രസെൻറ്റ് ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടി കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. നോക്കാം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ദാറ്റ് ഈസ് h of z നമുക്ക് 1 plus z inverse all raised to 4 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, 1 plus z inverse all square divided by 1 minus z inverse plus 7 by 8 z raised to minus 2 into 1 plus z inverse all square by 1 plus 2 z inverse plus 3 by 4 z raised to minus 2 എന്ന് എഴുതാം. അപ്പോൾ h of z നമുക്ക് h1 of z into h2 of z എന്നുള്ള ഫോമാറ്റിലേക്ക് എത്തി. അതിലെ 1 plus z inverse ഹോൾ സ്ക്വയറിനെ a plus b ഹോൾ സ്ക്വയർ ഫോമാറ്റിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതും a plus b ഹോൾ സ്ക്വയർ ഫോമാറ്റാണ്, അതും എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത് h1 of z ഉം ഇത് h2 of z ഉം ആണ്. അപ്പോൾ h of z നെ രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം, h1 of z ഇതാണ്, h2 of z ഇതാണ്. ഇനി നമുക്ക് h1 of z നെ കൺസിഡർ ചെയ്യാം. h1 of z എന്ന് പറഞ്ഞാൽ 1 plus 2 z inverse plus z raised to minus 2 divided by 1 minus z inverse plus 7 by 8 z raised to minus 2 ആണ്. അതിനെ നമുക്ക് w1 of z by x1 of z into y1 of z by w1 of z എന്ന് എഴുതാം. ദാറ്റ് ഈസ് w1 of z by x1 of z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 by 1 minus z inverse plus 7 by 8 z raised to minus 2 എന്ന് എടുത്തേരി അങ്ങനെ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ w1 of z into 1 minus z inverse plus 7 by 8 z raised to minus 2 equal to x1 of z എന്ന് വരും. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു w1 of z എന്നൊരു ടേം വരും. അതിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുന്ന മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടേമിനെ മൊത്തം RHSലേക്ക് കൊണ്ടുപോയി. അപ്പോൾ x1 of z കൂടെ എന്തൊക്കെ വരും, മൈനസ് z ഇൻവേഴ്സ് w1 of z ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് z ഇൻവേഴ്സ് w1 of z എന്ന് വരും. RHSലേക്ക് പോയാൽ w1 of z ഇൻറ്റു പ്ലസ് 7 by 8 z raised to minus 2 ഇങ്ങോട്ട് മൈനസ് 7 by 8 z raised to minus 2 w1 of z. ഇത് ഒരു ഇക്വേഷനാണ്, ഇക്വേഷൻ നമ്പർ 1. ഇനി അതുപോലെ നമ്മൾ അടുത്ത ടൈം കൺസിഡർ ചെയ്യണം, y1 of z by w1 of z. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് എഴുതുന്നത്, ബാക്കി വരുന്നത് എന്താ, ന്യൂമറേറ്റർ ടേമാണ്, 1 plus 2 z inverse plus z raised to minus 2. ഇവിടെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. അപ്പോൾ നമുക്ക് y1 of z ഈക്വൽ ടു w1 of z ഇൻറ്റു 1 plus 2 z inverse plus z raised to minus 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ y1 of z നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തുമ്പോൾ എങ്ങനെ വരും, w1 of z plus 2z inverse w1 of z plus z raised to minus 2 w1 of z എന്ന് വരും. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ h1 of z കൺസിഡർ ചെയ്തു, അതിനെ w1 of z by x1 of z ഇൻറ്റു y1 of z by w1 of z എന്നുകൊണ്ട് എഴുതി. അതായത് w1 of z നെ എന്ന ടേം കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ഒരു ടേമിനെ എടുത്ത് എഴുതിയിട്ട് അത് ഈക്വലൻ ടു 1 by 1 minus z inverse plus 7 by 8 z raised to minus 2 എന്ന് എഴുതി. അതുപോലെ ഈ ടേമിനെ എടുത്തിട്ട് അത് ഈക്വൽ ടു 1 plus 2 z inverse plus z raised to minus 2 എന്ന് എഴുതി. അത് ആ ടേമിൽ നിന്ന് w1 of z എന്താണ്, y1 of z എന്താണെന്ന് എഴുതിയിട്ട് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് W1 ഓഫ് സെഡും Y1 ഓഫ് സെഡും നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ഇതാണ്. ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ഫോം 2 ആയിട്ട് എഴുതണം. റിയലൈസേഷൻ ഓഫ് H1 ഓഫ് സെഡ് ആണ്. ഇത് ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ വരും? നമുക്കറിയാം ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് ഒരു ഇൻപുട്ടും ഉണ്ടായിരിക്കും ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഇൻപുട്ട് എന്താണ്? X1 ഓഫ് സെഡ് ആണ്. ഔട്ട്പുട്ട് ആണ് Y1 ഓഫ് സെഡ്, H1 ഓഫ് സെഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ. ദെൻ നമുക്ക് W1 ഓഫ് സെഡ് എന്ന് പറഞ്ഞ ടേം എന്താണ്? X1 ഓഫ് സെഡിൻ്റെ കൂടെ W1 ഓഫ് സെഡിൻ്റെ ടേംസ് ആഡ് ചെയ്തതാണ്. അപ്പോൾ W1 ഓഫ് സെഡ് നമ്മൾ നടുക്കുള്ള ഈ പോയിന്റ് ആണ് കൺസിഡർ ചെയ്തു. X1 ഓഫ് സെഡ് ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഇനി ഇത് ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? X1 ഓഫ് സെഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ X1 ഓഫ് സെഡ് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡ്. അപ്പോൾ ഇതാ ഒരു സെഡ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഡിലേ ഓപ്പറേറ്റർ ഇവിടെ കൊടുത്തു, സെഡ് ഇൻവേഴ്സ്. അതുകൊണ്ട് W1 ഓഫ് സെഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പോയിന്റിലെ സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡ് ആണ് വരിക. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ 1 കൊടുത്തു, മൾട്ടിപ്ലയർ 1 ആണ്. അതിങ്ങോട്ട് വന്നു. അപ്പോൾ ഈ പോയിന്റിൽ സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡ് വരും. ഇനി ഈ W1 ഓഫ് സെഡ് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്ത് വരും? ഇവിടെ ഓൾറെഡി സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡ് ഉണ്ട്, അതും എൻ്റെ കൂടെ വീണ്ടും ഒരു ഡിലേ എലമെന്റ് വരികയാണ് സെഡ് ഇൻവേഴ്സ്. അപ്പോൾ സെഡ് റേസ് ടു -2 വരും. അപ്പോൾ സെഡ് റേസ് ടു -2 W1 ഓഫ് സെഡ് ആ ടേം കിട്ടി. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? -7/8 ആണ്. ആ -7/8 കിട്ടാൻ ഒരു മൾട്ടിപ്ലയർ ഈ ഓപ്പറേറ്റർ കൂടെ നടന്നു. അങ്ങനെ -7/8. അപ്പോൾ രണ്ട് ടേമും നമുക്ക് കിട്ടി. ഈ സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡും കിട്ടി, -7/8 സെഡ് റേസ് ടു -2 W1 ഓഫ് സെഡും കിട്ടി. അത് രണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് X1 ഓഫ് സെഡും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി. ഓക്കെ, ഇനി Y1 ഓഫ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് W1 ഓഫ് സെഡ് കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്താ? Y1 ഓഫ് സെഡ് കിട്ടണം. Y1 ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ W1 ഓഫ് സെഡും ഉണ്ട്, 2 സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു -2 W1 ഓഫ് സെഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡ് ഉണ്ട്, അതിന് ഇങ്ങോട്ട് കൊടുത്ത ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 സെഡ് ഇൻവേഴ്സ് W1 ഓഫ് സെഡ് ഈ ടേം കിട്ടും. പിന്നെ ഇവിടെ പോയാലോ, ഇവിടെ ഈ ടേമിൽ ഒരു മൾട്ടിപ്ലയറിൽ 1 കൊടുത്തു, ഇവിടെ സെഡ് ഇൻവേഴ്സ് ഒന്നും കൂടി കൊടുത്താൽ സെഡ് റേസ് ടു -2 ആണ്. കോഎഫിഷ്യൻ്റ് 1 ആണ്, ഇൻറ്റു 1 ആണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന സെഡ് റേസ് ടു -2 W1 ഓഫ് സെഡ് വരും. ഇതെല്ലാം ആഡ് ചെയ്താൽ ഇവിടെ വരുന്നത് Y1 ഓഫ് സെഡ് ആണ്. അതാണ് ഇക്വേഷൻ 2. ഓക്കെ, ഇത് ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് ഫോം 2. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് കാസ്കേഡ് ചെയ്യേണ്ട രണ്ട് എലമെന്റ് ആയിട്ടാണ് H1 ഓഫ് സെഡും H2 ഓഫ് സെഡും. H1 ഓഫ് സെഡ് കിട്ടിക്കഴിഞ്ഞു, ഇനി H2 ഓഫ് സെഡ് ആണ് വേണ്ടത്. H2 ഓഫ് സെഡ് ഈക്വൽ ടു 1 + 2 സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് റേസ് ടു -2 ബൈ 1 + 2 സെഡ് ഇൻവേഴ്സ് പ്ലസ് 3/4 സെഡ് റേസ് ടു -2 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? W2 ഓഫ് സെഡ് ബൈ X2 ഓഫ് സെഡ് ഇൻറ്റു Y2 ഓഫ് സെഡ് ബൈ W2 ഓഫ് സെഡ് എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് അതെന്താ ചെയ്തിരിക്കുന്നത്? ഇതിനെ W2 ഓഫ് സെഡിനെ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു, നേരത്തെ H1 ഓഫ് സെഡിൽ ചെയ്ത പോലെ തന്നെ. ഇനി നമ്മൾ ഈ ഫസ്റ്റ് എലമെന്റ് എടുക്കുകയാണ്, W2 ഓഫ് സെഡ് ബൈ X2 ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/1 + 2 സെഡ് ഇൻവേഴ്സ് പ്ലസ് 3/4 സെഡ് റേസ് ടു -2 എന്ന് എടുത്തു. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. W2 ഓഫ് സെഡ് ഇൻറ്റു 1 + 2 സെഡ് ഇൻവേഴ്സ് പ്ലസ് 3/4 സെഡ് റേസ് ടു -2 ഈക്വൽ ടു X2 ഓഫ് സെഡ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ W2 ഓഫ് സെഡ് ഫസ്റ്റ് ടേം വരും, അതിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി വരുന്ന ടേമിനെ മുഴുവൻ RHSലേക്ക് കൊണ്ടുപോയി. അപ്പോൾ X2 ഓഫ് സെഡ് -2 സെഡ് ഇൻവേഴ്സ് W2 ഓഫ് സെഡ് -3/9 3/4 സെഡ് റേസ് ടു -2 W2 ഓഫ് സെഡ് എന്ന് വരും. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ വൈയുടെ ടേമും കൺസിഡർ ചെയ്തു, Y2 ഓഫ് സെഡ് ബൈ W2 ഓഫ് സെഡ്. അതെന്ന് പറഞ്ഞാൽ 1 + 2 സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് റേസ് ടു -2 ആണ്. അപ്പോൾ Y2 ഓഫ് സെഡിനെ എങ്ങനെ എഴുതാം? W2 ഓഫ് സെഡ് ഇൻറ്റു 1 + 2 സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് റേസ് ടു -2. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും? W2 ഓഫ് സെഡ് പ്ലസ് 2 സെഡ് ഇൻവേഴ്സ് W2 ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു -2 W2 ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി നമുക്ക്, 3ഉം 4ഉം. ഇനി ഈ 3ഉം 4ഉം ഇക്വേഷനെ നമ്മൾ റിയലൈസ് ചെയ്യാണ്, ഡയറക്റ്റ് ഫോം 2 വെച്ച് റിയലൈസ് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, W2 ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ടേമുള്ളത്? ഒരു X2 ഓഫ് സെഡിൻ്റെ ടേം ഉണ്ട്. ഞാൻ പറഞ്ഞു ഇൻപുട്ടാണ് X2 ഓഫ് സെഡ്, ഔട്ട്പുട്ട് Y2 ഓഫ് സെഡ്, അതിൻ്റെ ഇടയിൽ വരുന്ന ടേമാണ് W2 ഓഫ് സെഡ്. അപ്പോൾ ആദ്യം X2 ഓഫ് സെഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി -2 സെഡ് ഇൻവേഴ്സ് W2 ഓഫ് സെഡ് വരണം. അപ്പോൾ സെഡ് ഇൻവേഴ്സ് ഉള്ള കാരണം ഒരു ഡിലേ ഓപ്പറേറ്റർ വേണം.
അപ്പോൾ അത് കൊടുത്തു, സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഡിലേ ഓപ്പറേറ്റർ കൊടുത്തു. പിന്നെ അതിൻ്റെ കോയിഫിഷ്യൻ്റ് -2 ആണ്, അപ്പോൾ മൾട്ടിപ്ലയർ എലമെൻറ്റിൽ -2 കൊടുത്തു. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് വരുന്നത് എന്ത് എലമെൻ്റ് ആയിരിക്കും? സെഡ് ഇൻവേഴ്സ് W2 ഓഫ് സെഡ് ഇൻറ്റു -2, ദാറ്റ് ഈസ് -2 സെഡ് ഇൻവേഴ്സ് W2 ഓഫ് സെഡ് ആയിരിക്കും ഈ പോയിന്റിൽ വരിക. ഇവിടെ എന്താണ് വരിക? ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു സെഡ് ഇൻവേഴ്സ് ഇൻറ്റു ഇവിടെ ഒരു സെഡ് ഇൻവേഴ്സ്, അപ്പോൾ സെഡ് റേസ് ടു -2 ആയി ഇൻറ്റു W2 ഓഫ് സെഡ് ഇൻറ്റു -3/4, അതായത് ഈ ടേമാണ് ഇവിടെ വരിക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് x2 ഓഫ് സെഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ W2 ഓഫ് സെഡ് എന്ന് പറഞ്ഞ ടേം കിട്ടി. ഇനി നമുക്ക് y2 ഓഫ് സെഡ് ആണ് കിട്ടേണ്ടത്. y2 ഓഫ് സെഡിന് എങ്ങനെ വരും? y2 ഓഫ് സെഡ് ബൈ W2 ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 + 2 സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് റേസ് ടു -2 ആണ്. ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തുല്ലോ. അപ്പോൾ നോക്കൂ, ഇവിടെ W2 ഓഫ് സെഡ് ഉണ്ട്. ഇനി നമുക്ക് 2 സെഡ് ഇൻവേഴ്സ് W2 ഓഫ് സെഡ് വേണം. ഇവിടെ ഓൾറെഡി ഡിലേ എലമെന്റ് സെഡ് ഇൻവേഴ്സ് ഉണ്ട്. ഇതിനെ ഇങ്ങോട്ടൊരു ബ്രാഞ്ച് എടുത്തിട്ട് അതിൽ നമ്മൾ 2 എന്ന് പറയുന്ന മൾട്ടിപ്ലയർ കൊടുത്ത് ആഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് 2 സെഡ് ഇൻവേഴ്സ്, ഈ പോയിന്റിൽ 2 സെഡ് ഇൻവേഴ്സ് W2 ഓഫ് സെഡ് ഉണ്ട്. ഇനി സെഡ് റേസ് ടു -2 ആകുമ്പോൾ ഒരു സെഡ് ഇൻവേഴ്സ്, ഒരു ഡിലേ എലമെന്റും കൂടി കൊടുക്കുക. അതിന്റെ മൾട്ടിപ്ലയർ എലമെന്റ് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഓക്കെ, കാരണം അവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ y2 ഓഫ് സെഡ് കിട്ടും. ഓക്കെ, ഇതാണ് H2 ഓഫ് സെഡിന്റെ റിയലൈസേഷൻ. അപ്പോൾ H1ഉം H2 ഓഫ് സെഡിന്റെ റിയലൈസേഷൻ കിട്ടി ഡയറക്റ്റ് ഫോം 2-ല്. അത് കാസ്കേഡ് ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നമ്മുടെ എൻ്റെ റിസൾട്ട് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടും കാസ്കേഡ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് x ഓഫ് സെഡ്, ഔട്ട്പുട്ട് y ഓഫ് സെഡ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. A discrete system is given by the following difference equation: y of n minus 5y of n minus 1 equal to x of n plus 4x of n minus 1, where x of n is the input and y of n is the output. Determine its magnitude and phase response. ഒരു ഡിഫറൻസ് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ x of n ഇൻപുട്ട് ആണ്, y of n ഔട്ട്പുട്ട് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എടുത്തെഴുതാം. y of n മൈനസ് 5y of n മൈനസ് 1 ഈക്വൽ ടു x of n പ്ലസ് 4x of n മൈനസ് 1. ഇനി നമുക്ക് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ വരും. എന്തുകൊണ്ടാണ് ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫൊറിയർ ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് y of omega മൈനസ് 5 e raised to minus j omega y of omega minus x of omega plus 4 e raised to minus j omega x of omega. അതായത് n മൈനസ് 1 അല്ലേ, അപ്പോൾ ടൈം ഷിഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് e raised to minus j omega വന്നത്. ആ പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇവിടെയും e raised to minus j omega വന്നത്. y of omegയുടെ ടേംസ് ക്ലബ് ചെയ്താൽ 1 മൈനസ് 5 e raised to minus j omega വരും. ഇവിടെ x of omega ഇൻറ്റു 1 പ്ലസ് 4 e raised to minus j omega വരും. ഇനി അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയത് y of omega by x of omega, ദാറ്റ് ഈസ് 1 plus 4 e raised to minus j omega divided by 1 minus 5 e raised to minus j omega, which is equal to e raised to j omega plus 4 by e raised to j omega minus 5 വരും. അല്ല, ഇതെങ്ങനെയാണ് വന്നത്? e raised to minus j omega, e raised to j omega കൊണ്ട് മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ e raised to j omega വരും. ഇവിടെ e raised to j omega ഇൻറ്റു e raised to minus j omega എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1 1 വരും. ഓക്കെ, അങ്ങനെ ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ e raised to j omega കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത e raised to j omega മൈനസ് 5 e raised to minus j omega ഇൻറ്റു e raised to j omega. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 0 e raised to 0 1 വരും. ദാറ്റ് ഈസ് 5 മാത്രം വരും. 5 ഇൻറ്റു 1 5 തന്നെ. അപ്പോൾ h of omega എന്ന് പറഞ്ഞാൽ e raised to j theta എന്ന് പറഞ്ഞാൽ cos theta plus j sin theta ആണ്. അപ്പോൾ e raised to j omega cos omega plus j sin omega plus 4 divided by cos omega plus j sin omega minus 5. അതാണ് h of omega. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മോഡുലസ് ഓഫ് h of omega. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് IY എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ റൂട്ട് ഓഫ് x² പ്ലസ് y² ആണ്.
അപ്പോൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് നമുക്ക് അതിലറിയാം. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 4 പ്ലസ് കോസ് ഒമേഗയും മറ്റേത് ജെ സൈൻ ഒമേഗ എന്നായിരുന്നു. അപ്പോൾ ഇമാജിനറി പാർട്ട് സൈൻ ഒമേഗയാണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ അത് കോസ് ഒമേഗ -5 ആണ് റിയൽ പാർട്ട്, സൈൻ ഒമേഗയാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4 പ്ലസ് കോസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് ഒമേഗ -5 ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഒമേഗ ദ ഹോൾ സ്ക്വയർ. അതായത് ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും, പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ അങ്ങനെ. ഇനി ഇതിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ ടേം 1 ആയിപ്പോൾ ഇത് മൊത്തം ക്ലബ് ചെയ്ത് 1 ആയിപ്പോൾ. ഓക്കെ, ആ 1ഉം 16ഉം ആഡ് ചെയ്താൽ 17 ആവും. 17 പ്ലസ് 8 കോസ് ഒമേഗ ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിലും അതുപോലെ കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ 1 ആണ്. 1 പ്ലസ് 25 26 minus 10 cos omega root of 26 minus 10 cos omega. ഇതാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇനി ഫേസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്താണ്? ആംഗിൾ എച്ച് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഒമേഗയാണ്. സൈൻ ഒമേഗ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 4 പ്ലസ് കോസ് ഒമേഗ മൈനസ് ടാൻ ഇൻവേഴ്സ് സൈൻ ഡിനോമിനേറ്റർ ടൈം കൺസിഡർ ചെയ്ത ടാൻ ഇൻവേഴ്സ് സൈൻ ഒമേഗ ബൈ cos omega -5. ഓക്കെ, ഇത് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിന്റെ ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ മറ്റേ എച്ച് ഓഫ് ജെ ഒമേഗയുടെ ഇക്വേഷനിൽ നിന്നാണ് ഈ ഫേസ് റെസ്പോൺസിന്റെ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, ഇതാണ് ഫേസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇതിപ്പോൾ എ ബൈ ബി ഫോമിൽ വരികയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ന്യൂമറേറ്ററിന്റെ ഫേസ് റെസ്പോൺസ് മൈനസ് ഡിനോമിനേറ്ററിന്റെ ഫേസ് റെസ്പോൺസ്, അതാണ് ഇവിടെ മൈനസ് തോന്നുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് സിസ്റ്റം സ്റ്റേബിൾ ആണോ നോക്കണം. നമ്മൾ നേരത്തെ നോക്കിയത് ജൂറി സ്റ്റെബിലിറ്റി വെച്ചിട്ടായിരുന്നു. അപ്പോൾ നോക്കുക, തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് മൈനസ് 0.2 സെഡ് സ്ക്വയർ മൈനസ് 0.25 സെഡ് പ്ലസ് 0.05 ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ സെഡിന് നമ്മൾ 1 പ്ലസ് ആർ ബൈ 1 മൈനസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ആർ ബൈ 1 മൈനസ് ആർ ദ ഹോൾ ക്യൂബ് മൈനസ് 0.2 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 1 മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ മൈനസ് 0.25 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 1 മൈനസ് ആർ പ്ലസ് 0.05 ഈക്വൽ ടു 0. ഇനി 1 മൈനസ് ആർ ദ ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് ആർ ദ ഹോൾ ക്യൂബ് മൈനസ് 0.2 1 പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആർ minus 0.25 1 plus r into 1 minus r the whole square plus 0.05 into 1 minus r the whole cube equal to 0. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2r പ്ലസ് ആർ പ്ലസ് ആർ ക്യൂബ് പ്ലസ് 2r സ്ക്വയർ അങ്ങനെ ഓരോ ടേം ബൈ ടേം ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് വരിക. 1 പ്ലസ് ആർ ദ ഹോൾ ക്യൂബിനെ 1 പ്ലസ് ആർ ഇൻറ്റു 1 പ്ലസ് ആർ ദ ഹോൾ സ്ക്വയറിന് എഴുതാം. മൈനസ് 0.2 1 പ്ലസ് ആറിലെ ഒരു 1 പ്ലസ് ആർ ദ ഹോൾ സ്ക്വയറിലെ ഒരു 1 പ്ലസ് ആറും 1 മൈനസ് ആറും ചേർത്ത് 1 മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആറിന് എഴുതാം. എല്ലാം അതുപോലെ എഴുതിയിട്ട് അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ച് ചെയ്യണം. ചെറിയ ഇതാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്, പക്ഷെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. മൈനസ് സൈൻ ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ എത്തും. 0.9 ആർ ക്യൂബ് പ്ലസ് 3.6 ആർ സ്ക്വയർ പ്ലസ് 2.9 ആർ പ്ലസ് 0.6 ഈക്വൽ ടു 0. ഇതിലെ കോഎഫിഷ്യൻസ് ഓഫ് എഫ് ഓഫ് സെഡ് നോക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് അറേ നോക്കിയിട്ടാണ്. അപ്പോൾ റൂട്ട് അറേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. ഈ പോയിന്റ് ആദ്യം തന്നെ ഫസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഈ ഓഡ് പവർ അല്ലേ, അപ്പോൾ ഓഡ് പവേഴ്സ് മാത്രം ഫസ്റ്റ് റോയിൽ എഴുതുക, ഈവൻ പവേഴ്സ് സെക്കൻഡ് റോയിൽ എഴുതുക. അപ്പോൾ 0.9 2.9 എന്നുള്ളത് ആറിൻ്റെ 2.9 ഫസ്റ്റ് റോയിൽ വന്നു. ഈവൻ പവേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 3.6ഉം 0.6ഉം സെക്കൻഡ് റോയിലും വന്നു. അങ്ങനെയാണെങ്കിൽ r⁴1 ഈ എലമെന്റ് എങ്ങനെ കിട്ടും? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. 0.9 into 0.6 minus 3.6 into 2.9 divided by 3.6. ഓക്കെ, അപ്പോൾ 10.29 വരും.
ഇനി r raised to 0 എങ്ങനെ വരും? 10.29 into 0.6 minus 0 into 3.6 divided by 10.29. അതായത് ഇവിടെ 0.6 വരും. ഇവിടെ സൈൻ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നോക്കുമ്പോൾ there is no sign change. Because then അപ്പോൾ നമുക്ക് ഇത് പറയാം, all the poles lies inside the unit circle. Okay. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണ്. Sufficient conditions satisfied ആയി. Both the necessary and sufficient conditions are satisfied. Hence the given system is stable. Okay. The next question, a casual discrete time LTI system is described by y of n minus 3 by 4 y of n minus 1 plus 1 by 8 y of n minus 2 equal to x of n, where x of n and y of n are the input and output of the system. Determine the transfer function of the system. Also find the step response of the system. അതായത് ഒരു കോഷ്യൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഗിവൺ സിസ്റ്റം എന്താണെന്നുള്ളത് എടുത്തെഴുതാം. ദാറ്റ് ഈസ് വൈ ഓഫ് എൻ മൈനസ് 3 by 4 y of n minus 1 plus 1 by 8 y of n minus 2 equal to x of n. ഇതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ബോത്ത് സൈഡ്സിൽ എടുത്തു കഴിഞ്ഞാൽ y of z minus 3 by 4 z inverse y of z plus 1 by 8 z raised to minus 2 y of z equal to x of z എന്ന് തരാം. y of z ന്റെ ടേംസ് ഒക്കെ ക്ലബ് ചെയ്ത് അതിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലെ 1 minus 3 by 4 plus 1 by 8 z raised to minus 2. 3 by 4 z inverse plus 1 by 8 z raised to minus 2 into y of z equal to x of z എന്ന് വരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ h of z എന്താവും? ഔട്ട്പുട്ട് y of z by x of z. That is 1 by 1 minus 3 by 4 z inverse plus 1 by 8 z raised to minus 2 equal to z raised to minus 2. Z square കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ z square by z square minus 3 by 4 z plus 1 by 8. അതായത് നമ്മൾ ആ നെഗറ്റീവ് പവറിനെ പോസിറ്റീവ് പവർ ആക്കാൻ ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് പവർ ഇവിടെ ഏറ്റവും മിനിമം ഏതാണ്? z raised to minus 2 അല്ലേ? അപ്പോൾ പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ അത് ഹയസ്റ്റ് പവർ 2 ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ h of z എന്ന് പറഞ്ഞാൽ z square by z minus 1 by 2 into z minus 1 by 4 എന്ന് പറയും. ഈ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ എന്താണ്? h of z നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് എങ്ങനെ സ്റ്റെപ്പ് റെസ്പോൺസ് കാണാൻ നോക്കാം. ദാറ്റ് ഈസ് z by h of z ട്രാൻസ്ഫോം ഓഫ് u of n എന്ന് പറഞ്ഞാൽ എന്താണ്? z by z minus 1 ആണ്. അപ്പോൾ y of z എന്ന് പറഞ്ഞാൽ h of z into x of z. ദാറ്റ് ഈസ് z സ്ക്വയർ. ഈ ടേമിൽ നിന്ന് z by z minus 1 എഴുതാം. y of z by z എഴുതുമ്പോൾ ഈ z ഇങ്ങോട്ട് പോയി. ഇനി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ എ ബി സി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക. പാർഷ്യൽ മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കും? z സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു ഈ ടേം മൊത്തം ആർ എച്ച് എസിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ എല്ലാം ക്യാൻസൽ ആയി പോകും. ഇവിടെ z minus 1 by 2 ഇല്ലാത്ത ബാക്കി ടേംസ് ഒക്കെ വരും. z minus 1 by 4 into z minus 1 plus b into z minus 1 by 2 into z minus 1 plus c into z minus 1 by 2 into z minus 1 by 4. അതിൽ നിന്ന് z-ന് 1 കൊടുത്താൽ ഈ വാല്യൂ 0, ഈ വാല്യൂ 0. അപ്പോൾ സിയുടെ വാല്യൂ 8/3 കിട്ടും. ഇനി z-ന് 1/4 കൊടുത്താലോ ഈ വാല്യൂ 0. അപ്പോൾ b ഈക്വൽ ടു 1/3 കിട്ടും. ഇനി z-ന് 1/2 കൊടുത്താലോ ഇതും 0 ആയി പോകും. അപ്പോൾ a ഈക്വൽ ടു -2 കിട്ടും. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ആ വാല്യൂസ് എ ബി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y of z by z എന്ന് പറഞ്ഞാൽ കിട്ടും. അതിൽ -2 by z minus 1 by 2 plus 1/3 z by z minus 1 by 4 plus 8/3 by z minus 1 ആണ്. ദെൻ y of z വരുമ്പോൾ ഈ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -2 z by z minus 1 by 2ൻ്റെ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എടുത്ത് എന്ത് കിട്ടും? 1/2 all raised to n u of n വരും. ഇതോ 1/4 raised to n u of n. ഇത് 1 raised to n u of n. ഓക്കെ. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് സ്റ്റെപ്പ് റെസ്പോൺസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ഫോറിയർ സീരീസ് ഓഫ് ദ സീക്വൻസ് x of n equal to cos 0.2πn. ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഫോറിയർ, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x of n equal to cos 0.2πn ആണ്. അപ്പോൾ കമ്പയറിങ് x of n വിത്ത് cos omega naught n എന്ത് വരും? omega naught equal to 0.2π ആണ്.
ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആണ് അല്ലേ? എക്സ് ഓഫ് എൻ ഇസ് പീരിയോഡിക് ആണ്. എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് ഈസ് എ റാഷണൽ മൾട്ടിപ്പിൾ ഓഫ് 2π. ഓക്കെ, അപ്പോൾ ഒമേഗ നോട്ട് ഈക്വൽ ടു 0.2π എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2π ഇൻറ്റു 0.2/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2π ഇൻറ്റു 1/10. അപ്പോൾ ഫണ്ടമെൻ്റൽ പീരീഡ് എന്തായിരിക്കും? 1/10. 1/10 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ n ഈക്വൽ ടു 10 ആയിരിക്കും. അപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 e raised to j.2πn പ്ലസ് 1/2 e raised to minus j.2πn ആണ്. അതെങ്ങനെയാണ് വരിക? കോസ് തീറ്റേനെ e raised to j തീറ്റ പ്ലസ് e raised to minus j തീറ്റ ബൈ 2 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയതാണത്. അപ്പോൾ 1/2 സെപ്പറേറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷനിലെ ഈ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഓഫ് 1 ആണ് 1/2, എക്സ് ഓഫ് -1 ആണ് 1/2. ഇതൊക്കെ അതാണ് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. കോസ് 0.2πൻ്റെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 1 ഈക്വൽ ടു 1/2 ആൻഡ് എക്സ് ഓഫ് -1 ഈക്വൽ ടു 1/2 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ കോസ് 0.2πനെ e raised to j theta പ്ലസ് e raised to minus j theta ബൈ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതും അതിൻ്റെ കോഎഫിഷ്യൻസും ഈ സീരീസിൻ്റെ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്തപ്പോൾ ആ കോഎഫിഷ്യൻസ് ഇതാണെന്ന് മനസ്സിലായി. കറസ്പോണ്ടിങ് ഫൊറിയർ സീരീസ് എലമെന്റ്സ് ആണ് മനസ്സിലായി. Obtain the direct form 1 realization for the system described by the difference equation y of n plus 1/4 y of n minus 1 minus 1/8 y of n minus 2 equal to x of n minus 7/4 x of n minus 1 minus 1/2 x of n minus 2. ഇതിൻ്റെ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എടുക്കും. സെറ്റ് ട്രാൻസ്ഫോം എടുത്തിട്ട് y ഓഫ് സെഡ് ടേംസിനെ ക്ലബ് ചെയ്തു. y ഓഫ് സെഡിനെ ഔട്ട്സൈഡ് എടുത്തു, x ഓഫ് സെഡിനെയും ക്ലബ് ചെയ്തിട്ട് അത് ഔട്ട്സൈഡ് എടുത്തു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് RHSൻ്റെ ടേംസ് ഈക്വൽ ടു w ഓഫ് സെഡ് ആണെന്ന് കൺസിഡർ ചെയ്തു. അതായത് ഇത്രയും ടേം ഈക്വൽ ടു w ഓഫ് സെഡ് എന്ന് എഴുതി. അപ്പോൾ w ഓഫ് സെഡ് ഈക്വൽ ടു x ഓഫ് സെഡ് മൈനസ് 7/4 സെഡ് ഇൻവേഴ്സ് x ഓഫ് സെഡ് മൈനസ് 1/2 സെഡ് റേസ്ഡ് ടു മൈനസ് 2 x ഓഫ് സെഡ്. അത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇക്വേഷൻ 1നെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുവരും? നമുക്ക് നോക്കാം. അതായത് ഇത് മൊത്തം എന്തുവരും? w ഓഫ് സെഡ് ആണെന്ന് എഴുതാം. ഓക്കെ, ദെൻ y ഓഫ് സെഡ് ഈക്വൽ ടു എന്തുവരും? w ഓഫ് സെഡ് മൈനസ് ഈ ടേംസ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ y ഓഫ് സെഡ് എന്ന് പറഞ്ഞ ടേം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. w ഓഫ് സെഡ് മൈനസ് 1/4 സെഡ് ഇൻവേഴ്സ് w ഓഫ് സെഡ് പ്ലസ് 1/8 സെഡ് റേസ്ഡ് ടു മൈനസ് 2 w ഓഫ് സെഡ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ w ഓഫ് സെഡിൻ്റെ ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് x ഓഫ് സെഡിൽ കിട്ടി, y ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് w ഓഫ് സെഡ് ആൻഡ് y ഓഫ് സെഡ് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ഫോം 1 റിയലൈസ് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. ഇതാണ് w ഓഫ് സെഡിൻ്റെ ഡയഗ്രാം. w ഓഫ് സെഡിൻ്റെ ഡയഗ്രാം എന്താണ്? ഇവിടെ x ഓഫ് സെഡ് ഉണ്ട് ഇൻപുട്ടായിട്ട്, ഔട്ട്പുട്ടിൽ w ഓഫ് സെഡ് ആണ് വരുന്നത് അല്ലേ? ഈ ഇക്വേഷനിൽ ഇവിടെ എന്ത് വന്നു? x ഓഫ് സെഡ് ഡയറക്റ്റ് വന്നു. ഒരു -7/4 സെഡ് ഇൻവേഴ്സ് x ഓഫ് സെഡ് ഉണ്ട്. അപ്പോൾ ഒരു ഡിലേ എലമെന്റ് കൊടുത്തു ഇവിടെ. അപ്പോൾ എന്ത് വന്നു? x ഓഫ് സെഡ് ഇൻവേഴ്സ് x ഓഫ് സെഡ് ഉണ്ട് ഇവിടെ. ഇനി -7/4 വരാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലയറിൽ -7/4 കൊടുത്തു, അതിങ്ങോട്ടെത്തി. ഇനി നമുക്ക് എന്ത് വേണം? 1/2 സെഡ് റേസ്ഡ് ടു മൈനസ് 2 വേണം. സെഡ് റേസ്ഡ് ടു മൈനസ് 2 കിട്ടാൻ ഇവിടെ സെഡ് റേസ്ഡ് ടു മൈനസ് 2 കിട്ടും. ഇൻറ്റു -1/2 കൊടുത്തു, അങ്ങനെ വന്നു. അത് രണ്ടും ആഡ് ചെയ്ത് ഇവിടെ w ഓഫ് സെഡ് കിട്ടി. ഇനി y ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? w ഓഫ് സെഡ് മൈനസ് 1/4 സെഡ് റേസ്ഡ് ടു മൈനസ് 1 y ഓഫ് സെഡ് പ്ലസ് 1/8 സെഡ് റേസ്ഡ് ടു മൈനസ് 2 y ഓഫ് സെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ w ഓഫ് സെഡ്, ഔട്ട്പുട്ട് y ഓഫ് സെഡ് എന്ന് എഴുതി. അപ്പോൾ ഇതിന് എന്ത് ചെയ്തു? w ഓഫ് സെഡ് ഡയറക്റ്റ് വന്നു. ഇനി 1/4 സെഡ് ഇൻവേഴ്സ് ഒരു എലമെന്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ചെയ്തു 1/4 -1/4. ഇനി ഇവിടെ ഒന്നും കൂടി സെഡ് ഇൻവേഴ്സ് കൊടുത്തപ്പോൾ സെഡ് റേസ്ഡ് ടു മൈനസ് 2 ഒരു പ്രൊഡക്റ്റ് 1/8 വന്നു. അതെല്ലാം കൂടി ആഡ് ചെയ്ത് ഇങ്ങോട്ട് y ഓഫ് സെഡ് വന്നു. ഓക്കെ, ഇനി ഇത് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ആയിട്ടില്ല. ഇത് ആ തന്നിരിക്കുന്ന കിട്ടിയ രണ്ട് ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്തു. ഇതിനെ ക്ലബ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫോം 1ലേക്ക് എഴുതണം. ഇതാണ് ഡയറക്റ്റ് ഫോം 1.
W ഓഫ് സെഡ് കിട്ടണ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ സിസ്റ്റം ആ റിയലൈസേഷൻ ഇവിടെ എഴുതി. ആ W ഓഫ് സെഡ് ഇൻപുട്ട് ആക്കി കൊടുത്തിട്ട് Y ഓഫ് സെഡും വരച്ചു. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Obtain the direct form 1 and direct form 2 realization of the discrete system with the system function as h of z equal to 8 minus 4 z inverse plus 11 z raised to minus 2 minus 2 z raised to minus 3 all divided by 1 minus 5 by 4 z inverse plus 3 by 4 z raised to minus 2 minus 1 by 8 z raised to minus 3. Okay, നമുക്ക് നോക്കാം. അപ്പോൾ എച്ച് ഓഫ് സെഡിനെ എങ്ങനെ എഴുതാം? വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് തന്നിരിക്കുന്ന ഇക്വേഷൻ അങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വൈ ഓഫ് സെഡ് ഇൻറ്റു ഡിനോമിനേറ്റർ ടേം വന്നു ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് ഇൻറ്റു ന്യൂമറേറ്റർ ടേം വന്നു. ഇനി അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി ഈക്വൽ ടു എക്സ് ഓഫ് സെഡിൻ്റെ അവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യണം ഈ ആർ എച്ച് എസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് സെഡ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഡബ്ല്യു ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് വരും? ആർ എച്ച് എസ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് സെഡ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഡബ്ല്യു ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ആർ എച്ച് എസിന്റെ മൊത്തം എക്സ് ഓഫ് സെഡ് ഇൻറ്റു 8 മൈനസ് 4 സെഡ് ഇൻവേഴ്സ് പ്ലസ് 11 സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് മൈനസ് 2 സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡ് നേടി. ഈ ഇക്വേഷൻ 1നെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈ ഓഫ് സെഡ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഡബ്ല്യു ഓഫ് സെഡ് എന്ന് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വൈ ഓഫ് സെഡ് ഈക്വലൻ ടു എന്ത് വരും? ഇൻ ടേംസ് ഓഫ് ഡബ്ല്യു ഓഫ് സെഡും വൈ ഓഫ് സെഡിൻ്റെ ടേംസിലൊരു ഇക്വേഷൻ വരും. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഓഫ് സെഡ് ഈക്വലൻ ടു എന്താണ്? എക്സ് ഓഫ് സെഡിൻ്റെ ടേംസിലൊരു ഇക്വേഷൻ കിട്ടി. വൈ ഓഫ് സെഡ് ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനും ഡയറക്റ്റ് ഫോം 1ൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ അതേ മെത്തേഡ് തന്നെ. ഇതിൽ ഒരു ഡിലേ എലമെന്റ് കൂടി വരുന്നുണ്ട്, കാരണം സെഡ് റേസ് ടു മൈനസ് 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഡബ്ല്യു ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 8 എക്സ് ഓഫ് സെഡ് മൈനസ് 4 സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് പ്ലസ് 11 സെഡ് റേസ് ടു മൈനസ് 2 എക്സ് ഓഫ് സെഡ് മൈനസ് 2 സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡ് ആണ്. അപ്പോൾ എന്ത് വന്നു? ശ്രദ്ധിക്കുക, 8 എക്സ് ഓഫ് സെഡ് വേണം. അപ്പോൾ ഇവിടെ 8 കൊടുത്തു. ഇവിടെ 8 എക്സ് ഓഫ് സെഡ് കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് സെഡ് 8 ഇവിടെ എന്ത് വരുന്നു? എക്സ് ഓഫ് സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ്, പിന്നെ അവിടെ -4 മൾട്ടിപ്ലയറിൽ വന്നു. അപ്പോൾ ഇവിടെ -4 സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് വരും. ഇവിടെ എന്ത് വരും? 11 ആണ്. 11 ഈ സെഡ് റേസ് ടു -2 എക്സ് ഓഫ് സെഡ് വരും. ഇവിടെ എന്ത് വരും? -2 സെഡ് റേസ് ടു -3 എക്സ് ഓഫ് സെഡ് വരും. അതെല്ലാം കൂടി ആഡ് ചെയ്ത് പോയാൽ ഇവിടെ ഡബ്ല്യു ഓഫ് സെഡ് വന്നു. ഇനി വൈ ഓഫ് സെഡ് കിട്ടാൻ എന്താണ്? ഇവിടെ ഡബ്ല്യു ഓഫ് സെഡ് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ വരും? 5/4 സെഡ് ഇൻവേഴ്സ് വൈ ഓഫ് സെഡ്. വൈ ഓഫ് സെഡിൻ്റെ ഒരു സെഡ് ഇൻവേഴ്സ് കൊടുത്താൽ ഇവിടെ 5/4 സെഡ് ഇൻവേഴ്സ് വൈ ഓഫ് സെഡ് വരും. ഇവിടെ എന്ത് വരും? 2 ഡിലേ എലമെന്റ് ഉണ്ട്. അപ്പോൾ 5 അല്ല -3/4 സെഡ് റേസ് ടു -2 വരും. ഈ ടേമിലോ 3 ഡിലേ എലമെന്റ്, അപ്പോൾ സെഡ് റേസ് ടു -3 വരും. മൾട്ടിപ്ലയർ എലമെന്റ് 1/8 ആണ്. അപ്പോൾ പ്ലസ് 1/8 സെഡ് റേസ് ടു -3 വൈ ഓഫ് സെഡ് ഈ ടേമിൽ വരും, ഈ പോയിന്റിൽ വരും. അങ്ങനെ അതെല്ലാം ആഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ട് എത്തിയാൽ അത് വൈ ഓഫ് സെഡ് ആയി. ഇത് രണ്ടും ഇവിടെ ഡബ്ല്യു ഓഫ് സെഡ് ആണ് ഔട്ട്പുട്ട്, ഇവിടെ ഡബ്ല്യു ഓഫ് സെഡ് ആണ് ഇൻപുട്ട്. ഇത് രണ്ടും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ആയി. നോക്കാം, ഇതാണ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ. ഡബ്ല്യു ഓഫ് സെഡിന് ഇവിടെ എഴുതി, ഇവിടെ വൈ ഓഫ് സെഡിന്റെ രണ്ടും കൂടി ക്ലബ് ചെയ്ത്. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോം 2ൽ എങ്ങനെയത് ഇതേ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എച്ച് ഓഫ് ഇസഡിനെ നമ്മൾ വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് സെഡ് എഴുതും. എന്നിട്ട് ഡബ്ല്യു ഓഫ് ഇസഡ് എന്ന ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്യാം. ഓക്കെ, വൈ ഓഫ് ഇസഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസഡ് ഇൻറ്റു ഡബ്ല്യു ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. അപ്പോൾ നോക്കുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് തന്ന സിസ്റ്റത്തിനെ അതുപോലെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഓഫ് ഇസഡ് ബൈ വൈ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം ആയിരിക്കും. ഡബ്ല്യു ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാലോ അത് ഈ ഒരു ടേം ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ടേം എടുക്കാം. ഡബ്ല്യു ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 minus 5/4 z inverse plus 3/4 z raised to -2 minus 1/8 z raised to -3.
That is W of Z എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ W of Z into 1 minus 5 by 4 Z inverse plus 3 by 4 Z raised to minus 2 minus 1 by 8 Z raised to minus 3 equal to X of Z. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് W of Z-ൻ്റെ ടേമിനെ ഇവിടെ നിർത്തി അല്ലേ, W of Z into 1 എന്നുള്ള ആ ടേമിനെ ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനൊക്കെ RHSലേക്ക് കൊണ്ടുപോയി. ദാറ്റ് ഈസ് X of Z അവിടെ ഉണ്ട്. X of Z plus 5 by 4 Z inverse W of Z minus 3 by 4 Z inverse to minus 2 W of Z plus 1 by 8 Z raised to minus 3 W of Z. ഓക്കെ, അതൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ അതേപോലെ Y of Z by W of Z എന്താണെന്ന് കിട്ടി. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് Y of Z ഈക്വൽ ടു W of Z ടേംസിനെ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി. അങ്ങനെയാണ് സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്നത്. ഈ രണ്ട് ഇക്വേഷനെ റിയലൈസ് ചെയ്തിട്ട് അതിന് ഒരുമിച്ച് വരച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ആണ്. ഇതാണ് ഫസ്റ്റത്തെ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം. എക്സ് ഓഫ് ഇസഡ് ഉണ്ട്, W of Z ഔട്ട്പുട്ടിലുണ്ട്. നമുക്ക് നോക്കാം ഈ എന്തൊക്കെയാ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ഇസഡ് ഡയറക്റ്റ് പോകുന്നുണ്ടല്ലോ, എക്സ് ഓഫ് ഇസഡ് അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. കൂടാതെ എന്താ 5 by 4 Z inverse. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, 5 ഇവിടെ W of Z ആണ്. W of Z ന് Z inverse കൊടുത്തു, Z inverse into 5 by 4. അപ്പോൾ 5 by 4 Z inverse W of Z ഇവിടെ വരും. ഇവിടെ എന്ത് വരും, 5 by 4 Z raised to minus 2 രണ്ട് ഡിലേ എലമെന്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത് ഇൻറ്റു minus 3 by 4 ഉണ്ട്. ഇവിടേക്ക് എത്തുമ്പോഴോ Z raised to minus 3 W of Z 1 by 8 അതെല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തും. അതാണ് W of Z. ഇനി Y of Z നോക്കൂ. Y of Z എങ്ങനെ വരും, 8 W of Z ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 8 എന്നുള്ളത് മൾട്ടിപ്ലയർ കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 8 W of Z ആവും. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരും, Z inverse W of Z into minus 4 ഇവിടെ വരും. ഇവിടെ W of Z into Z raised to minus 2 11 വരും. ഇവിടെ Z raised to minus 3 W of Z into minus 2 ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് Y of Z വരുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം ക്ലബ് ചെയ്തിട്ട് വരച്ചപ്പോൾ രണ്ട് സിസ്റ്റത്തിലും രണ്ട് ഡയഗ്രത്തിലും കാണിച്ച ഡിലേ എലമെന്റ് കോമൺ ആക്കി വരച്ചപ്പോൾ എന്തായി, അത് ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറായി. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 5Z raised to 4 plus 2Z cube plus KZ square plus 3Z plus 1 using Jury's test. Find the value of K that will result in a stable system. That is, ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ആ സിസ്റ്റം ജൂറീസ് ടെസ്റ്റ് വെച്ചിട്ട് സ്റ്റേബിൾ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ കെ എന്ന് പറയുന്ന ഒരു അൺനോൺ ഉണ്ട്. ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നോക്കാം, ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ ഗിവൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഫ് ഓഫ് സെഡ് എന്താണ്, അതെടുത്ത് എഴുതി. 5Z raised to 4 plus 2Z cube plus KZ square plus 3Z plus 1. അപ്പോൾ ഇതിൻ്റെ നെസസറി കണ്ടീഷൻ എന്താണ്, എഫ് ഓഫ് 1 കാണുക. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 11 plus K greater than 0 വെക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ -1 raised to n ആണ്, n 4 ആണ്. എഫ് ഓഫ് -1 that is 1 plus K greater than 0 വരണം. അതായത് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ സെഡിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എഫ് ഓഫ് 1. സെഡിന് -1 കൊടുത്താൽ എഫ് ഓഫ് -1 കിട്ടും. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1 plus K. ഇത് സഫീഷ്യൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിൽ ചെറിയ പവർ ആദ്യം എഴുതുക, അങ്ങനെ പിന്നെ ഹയസ്റ്റ് പവറിലേക്ക് പോവുക. അതാണ് റോ 1. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ചെഴുതുക. ഫസ്റ്റ് റോൻ്റെ ലാസ്റ്റ് ടേമിനെ ഫസ്റ്റ് ആക്കി എഴുതിയിട്ട് തിരിച്ചെഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് റോ കിട്ടും. ഇനി ഫസ്റ്റും സെക്കൻഡ് റോയിലും ഡിറ്റർമിനൻ്റ് കണ്ട തേർഡ് റോയിലെ എലമെൻറ്റ്സ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. പിന്നെ തേർഡ് റോനെ തിരിച്ചിട്ടാൽ ഫോർത്ത് റോ കിട്ടും. പിന്നെ തേർഡും ഫോറും യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് ചെയ്താൽ ഫിഫ്ത്ത് റോ കിട്ടും. അങ്ങനെയാണ് ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. റോ 1 നമ്മൾ എടുത്തെഴുതുകയാണ്. ഇതിലെ സെഡ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സെഡ് റേസ് ടു 1ൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. സെഡ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് K നമുക്ക് അറിയില്ല, അതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെഡ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. സെഡ് റേസ് ടു 4ൻ്റെ കോഎഫിഷ്യൻ്റ് 5 ആണ്. പിന്നെ അപ്പോൾ ഇതിനെ തിരിച്ചെഴുതേണ്ടി വരും.
5 2 k 3 1 വരും. ഓക്കെ, ഇനി ഇവിടെ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഡിറ്റർമിനന്റ് 1 5 5 1 1 5 1 5 1. അപ്പോൾ 1 മൈനസ് 25 ദാറ്റ് ഈസ് മൈനസ് 24 വരും. ഇവിടെ മൈനസ് 24 എഴുതി. B1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 5 2 3 അടുത്ത കോളം കൺസിഡർ ചെയ്യുക. സെഡ് ക്യൂബ് എന്നതിൻ്റെ കോളം കൺസിഡർ ചെയ്യുക. 1 5 2 3. അപ്പോൾ 3 മൈനസ് 10 മൈനസ് 7. B2 എന്ന് പറഞ്ഞാൽ 1 5 k സെഡ് സ്ക്വയറിൻ്റെ കോളം കൺസിഡർ ചെയ്യുക. അപ്പോൾ k മൈനസ് 5k ദാറ്റ് ഈസ് മൈനസ് 4k വരും. B2 മൈനസ് 4k. B3 എന്താണ്? 1 5 3 2. 1 5 3 2 ദാറ്റ് ഈസ് 2 മൈനസ് 15 മൈനസ് 13 വരും. മൈനസ് 13 വരും. ഓക്കെ, ഇതിനെ തിരിച്ചെഴുതിയ മൈനസ് 3 മൈനസ് 4k മൈനസ് 7 മൈനസ് 24 എഴുതാം. ഓക്കെ, ഇനി ഫിഫ്ത്ത് റോ എഴുതാം. ഫിഫ്ത്ത് റോ എങ്ങനെ എഴുതാം? മൈനസ് 24 മൈനസ് 13 മൈനസ് 13 മൈനസ് 24 എടുത്ത് എഴുതി കഴിഞ്ഞാൽ 407 വരും. അടുത്ത ഈ എലമെന്റ് കിട്ടാൻ മൈനസ് 24 മൈനസ് 13 ഇൻറ്റു, അത് ഇൻറ്റു അല്ല, അത് ഡിറ്റർമിനന്റ് കാണണം. മൈനസ് 4k ഇൻറ്റു മൈനസ് 7 മൈനസ് 24 മൈനസ് 13 മൈനസ് 4k ഇൻറ്റു മൈനസ് 7. അപ്പം ഇങ്ങനെ ഡിറ്റർമിനന്റ് കാണുക എങ്ങനെയാണ്? മൈനസ് 24 ഇൻറ്റു മൈനസ് 7 മൈനസ് 13 ഇൻറ്റു മൈനസ് 4k. അപ്പോൾ 168 മൈനസ് 52k വരും. പിന്നെ ഈ C2 ഈ എലമെന്റ് എങ്ങനെ വരും? മൈനസ് 24 മൈനസ് 13 മൈനസ് 7 മൈനസ് 4k. ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ട 96k മൈനസ് 91 വരും. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ ടേബിൾ വെച്ചിട്ട് ഈ റോ മൊത്തം ഈ ടേബിൾ ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. ജൂറിസ് ടെസ്റ്റിലെ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എ സ്റ്റേബിൾ സിസ്റ്റം മോഡ് A0 ഷുഡ് ബി ലെസ് ദാൻ മോഡ് AN. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 1 ലെസ് ദാൻ 5 അത് ട്രൂ ആണ്. മോഡ് B0 ഗ്രേറ്റർ ദാൻ മോഡ് BN മൈനസ് 1. 24 ഇസ് ഗ്രേറ്റർ ദാൻ 3 അത് ട്രൂ ആണ്. ഇനി മോഡ് C0 ഗ്രേറ്റർ ദാൻ CN മൈനസ് 1 കൊടുത്തപ്പോൾ 407 ഗ്രേറ്റർ ദാൻ 96k മൈനസ് 91 ആണ്. ഈ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 96k ഷുഡ് ബി ലെസ് ദാൻ 407 പ്ലസ് 91 ആവണം. ദാറ്റ് ഈസ് k ഷുഡ് ബി ലെസ് ദാൻ 5.19. അപ്പോൾ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ ഇഫ് k ലെസ് ദാൻ 5.19. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന kയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിലൂടെ മൊഡ്യൂൾ 5-ലെ പാർട്ട് B PYQ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.